ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സദ്യയിലൊക്കെ നമുക്ക് സ്പെഷ്യലായിട്ടുള്ള എൻ്റെയും ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള മസാലക്കറിയാണ്. ഇത് എല്ലാ സ്ഥലത്തെയും സദ്യയിൽ ഉണ്ടായിരിക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷെ നമ്മുടെ തൃശ്ശൂരൊക്കെ ഇത് എന്തായാലും ഉണ്ടായിരിക്കും. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. ഇത് കഴിച്ച് നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. ഇതിനായിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് ഗ്രീൻ ബീൻസ്, തേങ്ങ ചിരകിയത്, തക്കാളി, സവാള, ഉരുളക്കിഴങ്ങ്, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില. ഇത്രയും സാധനങ്ങളാണ് ഞാനിവിടെ എടുത്തു വച്ചിരിക്കുന്നത്. ഗ്രീൻ ബീൻസ് നമ്മൾ തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തി വയ്ക്കും. അപ്പോൾ നമുക്ക് പിറ്റേ ദിവസം കുക്കറിലിട്ട് ഒരു 3-4 വിസിലടിച്ചാൽ ഗ്രീൻ ബീൻസ് വെന്ത് കിട്ടും. ഇനി നമുക്കൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങളാക്കി വെച്ചത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് ഒന്ന് വേവിച്ചെടുക്കണം. ഉരുളക്കിഴങ്ങ് അവിടെ നിന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. ഈ ഒരു വറവ് നമ്മുടെ മസാലക്കറിക്ക് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അത് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. തേങ്ങയുടെ കളർ ചെറുതായിട്ടൊന്ന് മാറി വരുന്ന സമയത്ത് നമ്മളതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നു. ഈ ഒരു പാകത്തിലെത്തുമ്പോൾ നമ്മളതൊന്ന് മാറ്റിയിട്ട് ചൂടാറി കഴിയുമ്പോൾ നമ്മളതൊന്ന് അരച്ചെടുക്കാൻ പോവാണ്. തേങ്ങ അരച്ച് വന്നപ്പോഴേക്കും നമ്മുടെ ഉരുളക്കിഴങ്ങും ഇവിടെ വെന്ത് സെറ്റായിട്ട് ഇരിപ്പുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിൽ കുറച്ചധികം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. സവാള നന്നായിട്ടൊന്ന് വഴറ്റി വരുമ്പോൾ പിന്നെ നമുക്കതിലേക്ക് പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി എന്നിവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിയുടെ പച്ചമുളകൊക്കെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ പൊടിയുടെ പച്ചമുളകൊക്കെ മാറി വരുന്ന സമയത്ത് നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന തക്കാളി ഉണ്ടല്ലോ, അതൊന്നതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഈ തക്കാളിയും കൂടെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് കുറച്ചിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന നമ്മുടെ ഗ്രീൻ ബീൻസും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ മസാലക്കറിയിൽ സോയാ ചങ്ക്സും അല്ലെങ്കിൽ കോളിഫ്ലവറൊക്കെ ഇട്ടിട്ട് വെക്കുന്നവരുണ്ട് കേട്ടോ. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടെ മിക്സായി വരുമ്പോൾ കണ്ടോ നല്ല ഭംഗിയുണ്ടല്ലേ കളർ കാണാനായിട്ട്. പലതരം കളറുകളാണ് അതിൽ കിടക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. ആ സമയത്ത് നമുക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. കറി ഇതാ തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നേരത്തെ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ അരപ്പ് എല്ലായിടത്തും എത്താൻ പാകത്തിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം. ഇതിലത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരാനായിട്ട് നമുക്ക് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം. ഒരു കാര്യം പറയാനായിട്ട് വിട്ടുപോയി. നമ്മൾ ഈ കറി ചെയ്യുന്ന സമയത്ത് ഒന്നുകിൽ നമ്മൾ സ്റ്റൗ മീഡിയം ഫ്ലെയിമിലോ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലോ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. മസാലക്കറി പൊതുവേ കുറച്ച് കട്ടിയിലാണല്ലോ ഇരിക്കുക. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് വറ്റി കഴിയുമ്പോൾ നമുക്ക് ആവശ്യത്തിന് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞിട്ട് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ല കട്ടിയായിട്ട് വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. പേര് പോലെ തന്നെ നമ്മൾ ഈ തീ ഓഫ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഈ മസാലയുടെയൊക്കെ സ്മെല്ല് നന്നായിട്ട് വരും. ഇനിയിപ്പോൾ നമുക്ക് ഈ മസാലക്കറിയുടെ അവസാനത്തെ സ്റ്റേജായിട്ട് ചെയ്യാനുള്ളത് കുറച്ച് എണ്ണയിൽ നമുക്ക് ഉള്ളിയും കറിവേപ്പിലയും കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് ഈ കറിയിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കണം. അതോടെ നമ്മുടെ മസാലക്കറി റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ല് വരും, നല്ല ടേസ്റ്റും ആയിരിക്കും. ഇത് കഴിച്ച് നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതെങ്ങനെ ഉണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കാൻ ശ്രമിക്കണേ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.